വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടിട്ട് പോലെയുള്ള മത്സര പരീക്ഷകളിൽ വരുന്ന മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മാത്സ് മെയിൻ സബ്ജക്റ്റ് ഉള്ളവർക്ക് കേട്ടിട്ട് സെറ്റ് പോലെയുള്ള എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. ഒരു ജിയോമെട്രിക് പ്രോഗ്രഷന്റെ 3 ടേംസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നെക്സ്റ്റ് ടേം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരു ലിറ്റിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ജസ്റ്റ് ഒന്ന് ജിയോമെട്രിക് പ്രോഗ്രഷൻ കണ്ടാൽ നമുക്ക് നെക്സ്റ്റ് ടേം എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ എന്താ ചെയ്യാ, ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനൊരു ജിയോമെട്രിക് റേഷ്യോ ഉണ്ടാവും. ആ ജിയോമെട്രിക് റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഓരോ ടേംസും കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, ഇതിന്റെ ജിയോമെട്രിക് റേഷ്യോ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ജിയോമെട്രിക് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്താ? √2. സെക്കൻഡ് ടേം ക്യൂബ് √2. തേർഡ് ടേം 6√2. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫോർത്ത് ടേം ആണ് ആവശ്യം. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് തേർഡ് ടേമിനെ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതാ മതി. അപ്പൊ കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാല് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് ക്യൂബ് √2 ഡിവൈഡഡ് ബൈ √2. നമുക്ക് ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ nth റൂട്ടിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ അറിയാം റേസ് ടു 1/n. ഫോർ എക്സാമ്പിൾ nth റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞാൽ a റേസ് ടു 1/n. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈസി. പിന്നെ നമുക്ക് ലോസ് ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോ ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 1/3. ഇതാണ് എക്സ്പൊണൻഷ്യൽ റെപ്രസെന്റേഷൻ ഓഫ് nth റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ √2 എന്ത് പറയാം? 2 റേസ് ടു 1/2. എങ്ങനെയാ ഇത് കിട്ടിയെന്ന് ഡൗട്ട് ഉള്ളവര് ജസ്റ്റ് ഒന്ന് ഈ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. nth റൂട്ട് തേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ 1/3, a റേസ് ടു 1/3. ഹിയർ 2 റേസ് ടു 1/3. ഇനി സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ a റേസ് ടു 1/2. ഫോർത്ത് റൂട്ട് ആണെങ്കിൽ a റേസ് ടു 1/4. അതാണ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ലോസ് ഓഫ് എക്സ്പോണൻസ് ഉപയോഗിക്കാം നമുക്ക്. a റേസ് ടു m ബൈ a റേസ് ടു n ഫോം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതെന്താ? a റേസ് ടു m മൈനസ് n. ദിസ് ഈസ് നത്തിങ് ബട്ട് ലോസ് ഓഫ് എക്സ്പോണൻസ്. നമുക്ക് കുറെ ലോസ് ഓഫ് എക്സ്പോണൻസ് ഉണ്ട്, അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്യാം. ഇനി ജിയോമെട്രിക് പ്രോഗ്രഷന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? a റേസ് ടു m ബൈ a റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m മൈനസ് n, ദാറ്റ് ഈസ് 2 റേസ് ടു 1/3 മൈനസ് 1/2. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലോസ് ഓഫ് എക്സ്പോണൻസ്. ഇവിടെ നമുക്ക് എക്സ്പോണന്റ് ആയിട്ട് വരുന്നത് രണ്ടും റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പോ അതിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? LCM കണ്ടുപിടിക്കുക. 3ന്റെയും 2ന്റെയും LCM എന്ന് പറയുന്നത് 6. അപ്പൊ LCM ഡിനോമിനേറ്റർ 6 ആക്കുക. ഡിനോമിനേറ്റർ 6 ആക്കുമ്പോൾ ഇവിടെ 3 into 2, ഹിയർ 1 into 2, ദാറ്റ് ഈസ് 2/6 മൈനസ് ഹിയർ ഡിനോമിനേറ്റർ 6 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 3, 1 into 3, ദാറ്റ് ഈസ് 3/6. ഇതെന്താ? 2 റേസ് ടു മൈനസ് 1/6. 2 minus 3, 2 minus 3 is -1/6. ഇനി 2 റേസ് ടു മൈനസ് 1/6 ആണ് കോമൺ റേഷ്യോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ? തേർഡ് ടേമിനെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. തേർഡ് ടേം 6√2 അല്ലെങ്കിൽ 2 റേസ് ടു 1/6 ഇൻറ്റു കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 റേസ് ടു മൈനസ് 1/6. അഗെയിൻ loss of exponents, a raised to m into a raised to n, which is equal to a raised to m plus n. This is 2 raised to 1/6 plus minus 1/6, or just minus 1/6. That is 1/6 minus 1/6 is 0. 2 raised to 0, 1. So can you predict by only seeing this geometric progression that the next term is 1? No, it's not possible. So we have to do, that is, first you find the common ratio, then you can multiply the third term with the common ratio, then we will get the fourth term. So fourth term എന്താ ഇവിടെ? Fourth term is 1. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരം വീഡിയോസ് ആണ് ഈ ചാനലിലൂടെ ആവശ്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്